ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആക്ടർ ബാല. ഞാൻ പൊട്ടനാന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ സത്യം പറഞ്ഞ ആൾ പൊട്ടനെന്നല്ല, നല്ല ബുദ്ധി. ആൾ അഭിനയിക്കുക മക്കളെ. ആൾ സിനിമയിലല്ല, ആൾ ജീവിതത്തിൽ അഭിനയിക്കുകയാണ്. നല്ല ബുദ്ധിയാണ്. എന്താ വെച്ചാൽ ഒരു ഉടായ്പ തരം വീണ്ടും കാട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് കേസും ആയിട്ടുണ്ട്. അപ്പോൾ ആ ബാലയുടെ മുൻഭാര്യ പറഞ്ഞ അമൃത ഒരു വഞ്ചന കേസ് കൊടുത്തിട്ടുണ്ട് ബാലക്കെതിരെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കി ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹത്തിൻ്റെ മോളുണ്ടല്ലോ, ഈ അമൃത ബാലത്തിലുള്ള മകളെ പേരിൽ ഒരു ഇൻഷുറൻസ് തുക ഉണ്ടായിരുന്നു. ഒരു 15 ലക്ഷം അങ്ങനെ എന്താണ് എമൗണ്ട്. അപ്പോൾ ആ തുക ഇയാൾ ഉടായ്പ കാണിച്ചിട്ട് എങ്ങനെയോ പേപ്പറൊക്കെ മാറ്റി കൊടുത്തിട്ടും കള്ളപ്പൊക്കെ ഇട്ടിട്ട് ആ പേയ്മെൻ്റൊക്കെ കൈക്കലാക്കി എന്നാണ് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ തുടർന്നിട്ട് ഈ പറഞ്ഞ പോലെ മുൻ ഭാര്യ അമൃത ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്നുള്ള മറുപടി ഇത് തന്നെയായിരുന്നു. അപ്പോൾ ആൾ മുൻകൂട്ടിയിട്ട് തന്നെ ആ പേയ്മെൻറ്റ് കൈപ്പറ്റി എന്നാണ് ബാങ്കിൽ നിന്നുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്തത്. മകൾ മെച്യൂരിറ്റി ആകുമ്പോൾ പിൻവലിക്കാം എന്നുള്ള നിബന്ധനയിലാണ് ആ പേയ്മെൻറ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് മുന്നേ ആൾ പിൻവലിച്ച്. അപ്പോൾ എന്തൊക്കെ കൃത്രിമതരമൊക്കെ കാട്ടിയിട്ടുണ്ട്, അല്ലാണ്ട് പിൻവലിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആളെ മുൻഭാര്യ അമൃത വാർത്തകളോടൊന്ന് പ്രതികരിച്ച എന്താണെന്ന് നമുക്ക് ഒന്ന് പ്ലേ ചെയ്യാം. നിങ്ങളൊന്ന് കണ്ടു നോക്കാം എന്താ അമൃത പറയണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഇത് വരുമല്ലോ, അങ്ങനെ വന്ന് അപ്പോൾ ഞങ്ങളും ലോയറും ഒക്കെ കൂടെ നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ മാരേജ് എഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി അതിനകത്ത് അവരുടെ സൈഡിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊരു പേജ് മൊത്തത്തിൽ വേറെയാണ്, എൻ്റെ സിഗ്നേച്ചർ അടക്കം വേറെയാണ്. അപ്പോൾ ആ പേജിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ആകെപ്പാടെ കൊടുത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട് HDFCയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേജാണ്. അപ്പോൾ അതിനകത്ത് മകൾക്ക് മെച്യൂർ ആയതിനു ശേഷം അവൾക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചപ്പം ഈ ഒരു സംഭവമാണ് മിസ്സിങ്. മാത്രമല്ല, എന്നിട്ട് ആ ഒരു ഫുൾ പേജ് ഫോർജ്ഡായിട്ടാണ് വെച്ചിരിക്കുന്നത്, മൊത്തം വ്യത്യാസം. അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ HDFC ബാങ്കിൽ വിളിച്ച് ചോദിക്കും. അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഇൻഷുറൻസ് മൊത്തം സറണ്ടർ ചെയ്യുകയും പിന്നെ അതിനകത്തുള്ള പൈസ മൊത്തം എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കും. ബാലചേട്ടാ, നിങ്ങൾക്ക് 5 കടം നാണെന്ന് പറഞ്ഞ സാധനം ഉണ്ടാ ഒന്നിലും താനല്ലോട് അതിനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജീവിതത്തേക്ക് എന്തെങ്കിലും കണ്ട പൈസ ഉള്ള ആളാണ് താനും. അപ്പോൾ ഒരു ചെറിയൊരു പൈസയെങ്കിലും അതിൻ്റെ ജീവിതത്തേക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ വെക്കണ പൈസ ഇങ്ങനെ പറ്റിച്ച് കഴിക്കലൊക്കെ നാണല്ലേ നിങ്ങൾക്ക്? ഇത്ര പൈസ ഒക്കെ ഉള്ള ആളല്ലേ ഇങ്ങനത്തെ ഇത്ര എന്ത് കാണുന്നത്? അപ്പോൾ ഈ പരാതിയൊക്കെ വന്നതിന് ശേഷം നമ്മളെ റിപ്പോർട്ട് ചാനലിലെ അരുൺ വിളിച്ചിട്ടുണ്ടായിരുന്നു ബാലേനെ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ടൊക്കെ എന്താ ബാല പ്രതികരിക്കണം നോക്കല്ലോ. അപ്പോഴും ആൾ പറയും ഞാൻ പൊട്ടനാന്ന് പറയും. നമുക്ക് ആ വീഡിയോ കണ്ടോക്കാം. നമുക്കൊപ്പം ബാല തന്നെ ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ബാല, ഗുഡ് മോർണിംഗ്. ബാല കേൾക്കാമോ? ബാല, ഇങ്ങനൊരു പരാതി വന്നിട്ടുണ്ട്. ബാല മോളുടെ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് വിഡ്രോ ചെയ്തു, ആ ഡോക്യുമെന്റ്സ് ഫോർജ് ചെയ്തു എന്നാണ് അമൃത പറയുന്നത്. ശരിയാണോ അത്? എന്താണുള്ളത് ഞാൻ അന്വേഷിക്കുന്നു. കുറേ കേസ് പിന്നെയും വന്നു ഞാൻ അറിഞ്ഞിട്ട് ഇത് ഞാൻ വിളിക്കുമ്പോഴാണ് അറിയണത്. ഞാൻ എന്തൊന്ന് അന്വേഷിക്കട്ടെ എന്ന്. എന്ത് നോണി പറഞ്ഞ നമുക്ക് ബാക്കി കേട്ടോക്കാം. ഒരു പ്രശ്നമില്ലാണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ പരാതികൾ പിന്നെയും വരുന്ന എനിക്കറിയില്ല. വളരെ മനോഹരമായിട്ട് കുടുംബജീവിതത്തിലേക്ക് പോയിക്കൊണ്ട് ഞാൻ പുതിയ കല്യാണം കഴിച്ച ഒരു സ്വസ്ഥമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലായി പരാതി വന്നതാണ്. ഒന്നിന് നാണല്ലോ തന്റെ മോളെ പേരിൽ, മുൻഭാര്യകളായ മോളെ പേരിൽ, ഒന്ന് തന്റെ മോളന്നല്ലേ. അപ്പൊ അതിന്റെ പേരിലൊരു എമൗണ്ട് അടിച്ചു മാറ്റാൻ വല്ല ആവശ്യം ഉണ്ടാവും ചങ്ങായി. ബാക്കി കേട്ടോക്കാം. അല്ല, മകളുടെ പേരിൽ ഇൻഷുറൻസ് അടച്ചിരുന്നത് അതെ മകളുടെ പേരിൽ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് വിഡ്രോ. അരുൺ വിളിച്ചപ്പോഴാണ് മുപ്പളി കേസ് തന്നെ അറിയണത്, അല്ലാണ്ട് മുന്നേ നടന്നിട്ടില്ല. എന്തൊന്നും പറയണ്ടാവുക. അല്ല, ഇയാള് നടനല്ലേ, ജീവിതത്തിൽ അഭിനയിക്കാൻ ആൾക്കാരെ പറ്റിക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല. ആൾക്ക് നന്നായി നടക്കും. അത് മനോഹരമായിട്ട് നിങ്ങൾ മനോഹരമായിട്ടുള്ള ജീവിതമൊക്കെ നയിച്ചോ, ഒരു കുഴപ്പമില്ല. നമുക്കും അതിന് ബുദ്ധിമുട്ടില്ല, നമുക്കൊരു കുഴപ്പമില്ല. ഒന്നില്ല, ഞാൻ പറഞ്ഞ പോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മകളല്ലേ, ഒന്നുമില്ലേ. അപ്പോൾ അതിനോടൊരു ചെറിയ സ്നേഹം കരുതലേം കാണിക്കും. ഇതിന് മുന്നൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഇയാൾ മോള് ഇക്കില്ലാണ്ട് ജീവിക്കാറില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല കണ്ണീരും കഥയൊക്കെ ആയിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ജായി ഉടായ്പ ഒപ്പിച്ചേക്കണ്. എന്തെന്നാ പറയാം, ഒന്നുമില്ലെങ്കിലും അവനെ മോളല്ലേ, അപ്പം അതിന് കൊടുക്കേണ്ട ഒരു തുക വൈഫിന് കൊടുക്കണ കാര്യം ഞാൻ പറഞ്ഞില്ല. ആ ഒരു പെൺകുട്ടിയല്ലേ, അപ്പം അതിൻ്റെ ജീവിതത്തിന് നല്ലതിന് വേണ്ടി ഒരു എമൗണ്ട് കൊടുക്കാറുണ്ട്. അത് എന്തായാലും ഈ കുട്ടിയുടെ പേരിലെ ഇൻഷുറൻസ് തുക പിൻവലിച്ചെന്ന് പറഞ്ഞത് എന്തായാലും ഒരു ചേറ്റത്തരം തന്നെ ഞാൻ പറയുള്ളൂ. ചെയ്തെന്തായാലും മോശമായി. ഒന്ന് പറഞ്ഞാൽ ഇത്ര പൈസ ഉള്ള ആളാണ്, അപ്പോൾ ഈ ഒരു പൈസക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണതിന് ഇതിനെന്ത് മോട്ടീവാന്ന് നമുക്കറിയില്ല. എന്തായാലും ചെയ്തത് ശരിയായില്ല. അപ്പോൾ എന്നും പറഞ്ഞ പോലെ നമ്മളെ വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരാഴ്ച കൊണ്ട് 900-ന് മേലെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ മറ്റുള്ളവർക്ക് വീഡിയോ എത്തട്ടെ. നമുക്ക് നാളെ ഒരു വേറെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ എല്ലാവർക്കും. താങ്ക് യു.